ഒക്ടോബർ 7 ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസ് ഭീകരരെ വധിച്ച് ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ ഗ്രാമമായ കിബൂട്സ് മേഫാൽസിമിൽ നരഹത്യയ്ക്കും തട്ടിക്കൊണ്ടുപോകലിനും നേതൃത്വം കൊടുത്ത ഭീകരരായിരുന്നു ഇവർ. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയും സൈന്യവും ഹമാസ് ഭീകരരുടെ വധം സ്ഥിരീകരിച്ചു. ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘമായ ഷിൻബിറ്റ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈന്യം പ്രത്യേക പദ്ധതി രൂപീകരിച്ചത്. ഗാസയിലെ ബെയ്ത്ത് ലാഹിയിലെ ഹമാസ് കേന്ദ്രത്തിന് നേരെ നടത്തിയ ഈ ആക്രമണത്തിലാണ് 5 ഭീകരർ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 ആക്രമണത്തിന് നേരിട്ട് പങ്കെടുത്ത ഹമാസിന്റെ കമാൻഡറായ മുഹമ്മദ് റിയാദ് അലി ഒക്കൽ, ഹമാസിന്റെ പോഷക സംഘടനയായ നുക്ബയുടെ കമാൻഡർ ഗഹാദ് മഹ്മൂദ് യഹിയ ക്ലഹോട്ടും, ബറ്റാലിയൻ തലവൻ അനസ് ജലാൽ മുഹമ്മദ് അബു ഷാക്കിയോൻ, നോർ അൽ ദീൻ അബു അൽ ജദ്യാൻ, നുക്ബ ഭീകരനായ സാഹിബ് ഹസൻ അലി മസർ എദായിം എന്നിവരെയാണ് ഇസ്രായേൽ പ്രതിരോധ സേന കൊലപ്പെടുത്തിയത്. അതോടൊപ്പം ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് അമാൻ, ഷിൻബിറ്റ് സദേൺ കമാൻഡിന്റെയും രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ വ്യോമസേന നടത്തിയ മറ്റൊരു ആക്രമണത്തിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡറായ ഖാലിദ് അബു ദഖയും വധിച്ചതായി സൈന്യം അറിയിച്ചു. സെൻട്രൽ ഗാസയിലെ ദേർ അൽ ബാലയിലായിരുന്നു സംഭവം. ഇസ്രായേലിനെതിരെ നടത്തിയ പല ആക്രമണങ്ങളുടെയും സൂത്രധാരൻ അബു ദഖയാണെന്ന് സൈന്യം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.